അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫള് കൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ പോരിശയാക്കപ്പെട്ട ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു മാറ്റട്ടെ. നമ്മുടെ ഈ അൻവാർ FHന്റെ ക്ലാസ് കാണുന്ന ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ കമൻറ്റിലൂടെ എത്ര സന്തോഷം പറയുന്നത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ല അവർക്ക്. അത്ര മഹബത്താണ് നമ്മുടെ ക്ലാസ്സിനോട്. അതേപോലെ കമൻറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ, പക്ഷെ കൽബ് നിറച്ച് ദുആയാണ്. ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറയുന്ന കട്ട സപ്പോർട്ടായി ഒരുപാട് ഉമ്മമാർ ഉപ്പമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നത്ത് നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ വളരെ വേറിട്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. നാളത്തെ മഗ്‌രിബ് വാങ്കോടെ നമ്മൾ ചേരാൻ പോകുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ 8 രാവിലേക്കാണ്. ഒരുപാട് പോരിശകൾ നമ്മൾ പഠിക്കേണ്ട, അറിയേണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ച് നമ്മൾ ചെയ്യേണ്ട, ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ലോക ചരിത്രത്തിൽ വളരെ അടയാളപ്പെടുത്തിയൊരു ദിവസമാണ് ദുൽഹിജ്ജ 8. ആ ദിവസത്തിന് യൗമുൻ നഖലത്ത്, യൗമുൻ നഖല എന്ന് പേര് പറയും എന്നെല്ലാം ഉലമാഇൻ്റെ ഇടയിൽ ചർച്ച വന്നിട്ടുണ്ട്. അതായത് യൗമുൻ നഖല പേര് പറയാനുള്ള കാരണം എന്താ? ഹാജിമാരായ, അതായത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇന്നത്തെ രാത്രിയോടെ തുടങ്ങാൻ പോവാണ്. മിനയിൽ രാപ്പാർക്ക, മിനയുമായി ബന്ധപ്പെട്ട് മക്കയിൽ നിന്ന് മിനയിലേക്കുള്ള മഹാന്മാർ പറയുന്ന അതിൻ്റെ ഇബാറത്ത് യംതഖിലൂന മിൻ മക്കത ഇലാ മിനൻ. അതായത് മക്കയിൽ നിന്ന് ഹാജിമാർ മിനയിലേക്ക് നീങ്ങുന്ന, അതാണ് നഖലിയ എന്ന് പറയുന്നത്. യൗമുൻ നഖല, ഹാജിമാർ നീങ്ങുന്ന ദിവസം, അങ്ങനെ പേര് പറയുന്നുണ്ട്. ലൈലത്തു തർവിയ എന്ന് ഏറ്റവും മഅറൂഫായ പേരാണ് ലൈലത്തു തർവിയ, യൗമു തർവിയ, തർവിയത്തിൻ്റെ ദിവസം, ലൈലത്തു തർവിയ, തർവിയത്തിൻ്റെ രാവ്, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പേര് പറയാനുള്ള കാരണം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്ത് ചൊല്ലണം, പറയണം, നാളെ പറയാനുണ്ട്. ഇന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദുൽഹിജ്ജ 8 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം, അതേപോലെ തന്നെ ദുൽഹിജ്ജ 9 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നുള്ള പ്രതിഫലം, ഇത് വലിയ പ്രതിഫലമാണ്. ഈ കൂലി മുഴുവൻ കിട്ടാൻ ഇപ്പോൾ അറഫാ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദുൽഹിജ്ജ 8 യൗമു തർവിയയുടെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. 1 മുതൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് ശക്തിയായ സുന്നത്താണ്. 8 മുതൽ പവർ കൂടുകയാണ്, 8, 9 ശക്തിയേറുകയാണ്. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 365 ദിവസത്തെ നോമ്പ് ഒറ്റ ദിവസത്തിന് കിട്ടും. അപ്പോൾ ഓരോ ദിവസവും ഓരോ വർഷത്തെ നോമ്പിൻ്റെ കൂലിയാണ്. ദുൽഹിജ്ജ 8 വരെ, 9 ആകുമ്പോഴോ 2 വർഷത്തെ നോമ്പിൻ്റെ കൂലിയാണ്. 10 നോമ്പില്ല, പെരുന്നാളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 10 വരെ നോമ്പില്ലെങ്കിൽ പോലും 10 കൊല്ലത്തെ നോമ്പിൻ്റെ കൂലി അള്ളാഹു തരും അറഫാ നോമ്പോടുകൂടെ. അത് 2 കൊല്ലത്തെ കൂലിയാണ്. ഇന്നും നാളെയൊക്കെ ഒരേ കൊല്ലത്തെ നോമ്പിൻ്റെ കൂലിയാണ്. മാത്രമല്ല നാളത്തെ രാവോട് കയറി വരുന്ന പരിശുദ്ധമായ ലൈലത്തു തർവിയ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തും ദുആ ചെയ്യാൻ പറ്റിയ, അള്ളാഹു ഒരുപാട് നന്മയുടെ ഓഫറുകൾ നൽകുന്ന ഒരു രാവാണ്. ആ രാവിനോട് ചേർന്ന് വന്ന് വ്യാഴാഴ്ച പകൽ, വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പുണ്ട്, അതോടൊപ്പം ഏതുമുണ്ട്? തർവിയത്തിൻ്റെ ദുൽഹിജ്ജ 8 സുന്നത്ത് നോമ്പുണ്ട്. ആ നോമ്പെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉഅ്തിയ മിനൽ അജ്രി മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അതിൻ്റെ കൂലി അല്ലാഹ്ക്കല്ലാതെ അറിയില്ല, സീക്രട്ടാണ്, രഹസ്യമാണ് കൂലി. അപ്പോൾ ഒരുങ്ങണം. ദുൽഹിജ്ജ 9 അറഫാ നോമ്പ് പിടിക്കുന്നവർക്കോ 2 കൊല്ലത്തെ നോമ്പിൻ്റെ കൂലിയാണ്. ആ നോമ്പ് സ്വീകാര്യയോഗ്യമായി, നോമ്പ് ഇപ്പോൾ പിടിക്കാൻ പലരും തയ്യാറാണ്, പക്ഷേ സ്വീകാര്യയോഗ്യമായി നോമ്പിൻ്റെ കൂലി എനിക്ക് തന്നെ കിട്ടുന്ന തരത്തിൽ ഞാൻ മിണ്ടിയില്ല, ആരെക്കുറിച്ചും മിണ്ടുന്നില്ല, തെറ്റ് കാണുന്നില്ല, കേൾക്കുന്നില്ല, ഞാൻ സൂക്ഷിച്ച് ആ നോമ്പ് പിടിച്ചാൽ മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ നോമ്പിൻ്റെ കൂലി പോകാതെ ഞാൻ സൂക്ഷിച്ച് ജീവിച്ചാൽ തീർച്ചയായും ഈ ഒരു കൊല്ലം മരണം പോലും ഉണ്ടാകില്ല എന്ന് ഉലമ അടയാളപ്പെടുത്തിയ നോമ്പാണ് അറഫയുടെ നോമ്പ്. ഭയങ്കര കൂലിയാണ്. ഏറ്റവും അഫ്ളലായ സുന്നത്ത് നോമ്പാണ് അറഫയുടെ നോമ്പ്. ഈ നോമ്പൊക്കെ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പോരിശ മുഴുവൻ കിട്ടാൻ എന്താ ചെയ്യണമെന്നറിയോ? നിർബന്ധമായും നിയ്യത്ത് മസ്റ്റാകണം.
ആ നീയത്തെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു കരുതലാണ്. ആ കരുതലിൻ്റെ പിന്നിൽ ഇഖ്ലാസ് നമ്മുടെ കൂടെ വേണം. അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം. എല്ലാവരും നോമ്പ് പിടിക്കാൻ വലിയ കൂലി കിട്ടുമെന്ന് പറയുന്നുണ്ട്, ഞാനും പിടിക്കാൻ. അതല്ല, ലില്ലാഹി തആല. നമ്മൾ പറയില്ലേ സാധാരണ നിസ്കരിക്കുമ്പോഴും പറയും, നോമ്പ് പിടിക്കുമ്പോഴും പറയും, ഈ നോമ്പ് പടച്ചവനെ നിനക്ക് വേണ്ടി, ലില്ലാഹി തആല, നിൻ്റെ പൊരുത്തം, നിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ്. ചുമ്മാ കുറച്ചു നേരം പട്ടിണി കിടന്നുകൊണ്ട് അത് എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ സൗകര്യം അതല്ല എൻ്റെ ലക്ഷ്യം. നിൻ്റെ ലക്ഷ്യമാണ്, നിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവേ, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി, ലില്ലാഹി തആല, നിനക്ക് വേണ്ടി മാത്രം. ആ ഒരു ഖാലിസായ നിയ്യത്ത് നമ്മുടെ നിയ്യത്തിലുണ്ടാകണം. നിയ്യത്ത് മസ്റ്റായിട്ടും ഉണ്ടാകണം. നിയ്യത്തില്ലെങ്കിൽ കൂലി ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നിനും നിയ്യത്ത് കൃത്യമാകണം. ദുൽഹിജ്ജ 7-ൻ്റെ, ദുൽഹിജ്ജ 8-ൻ്റെ തർവിയത്തിൻ്റെ എങ്ങനെ നിയ്യത്ത് വെക്കാം? അള്ളാഹുവേ, യൗമു തർവിയയുടെ സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ ദുൽഹിജ്ജ 8-ൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ കരുതിയിരിക്കുന്നു റബ്ബേ. അതോടൊപ്പം വ്യാഴാഴ്ച കയറി വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ വെക്കാവുന്നതാണ്? അള്ളാഹു വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ എനിക്ക് തരണം. അതോടൊപ്പം നോമ്പ് ഖളാ വീട്ടാനുള്ള സഹോദരിമാരുണ്ടെങ്കിൽ എന്നെ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് ഞാൻ നാളെ ഖളാ വീട്ടാൻ കരുതി, അത് തലേദിവസം രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. അപ്പോൾ ദുൽഹിജ്ജ 8-ൻ്റെ യൗമു തർവിയത്തിൻ്റെ സുന്നത്ത് നോമ്പെടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു റബ്ബേ. നിയ്യത്ത് ഓരോന്നും കൃത്യമായിട്ട് വെക്കണം. അപ്പോഴാണ് ആ ദിവസത്തിൻ്റെ നോമ്പിൻ്റെ കൂലി കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അറഫാ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, യൗമു തർവിയ ദുൽഹിജ്ജ 8-ൻ്റെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, കാരണം വലിയ പർവ്വതസമാനമായ കൂലിയെ കിട്ടാൻ പോകുന്നത്, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാം. നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മുഫത്തിറാത്ത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ. അത് ബാഹ്യമായ ആന്തരികമായ എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന, നോമ്പ് മുറിച്ച് കളയുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. നോമ്പ് പിടിച്ചിട്ട് തിന്നാനും കുടിക്കാനും പാടില്ല. അതുമാത്രം നോക്കിയാൽ മതി. സംസാരിക്കുന്നത് എന്തും ആകാം, കാണുന്നത് എന്തും ആകാം, ഫോണിൽ എന്തും കണ്ട് ആസ്വദിക്കാം, പരസ്പരം എന്തും ആരെക്കുറിച്ച് എന്ത് കമൻറ്റും പറയാം, ചുമ്മാ നേരം പോക്കിന് വർത്താനം പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, 2 കൊല്ലത്തെ പാപമല്ല, ഒരു ദിവസത്തെ പാപം പോലും പൊറുക്കില്ല. ഈ ഒരു വർഷക്കാലം മുഴുവൻ ആയുസ് കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 365 ദിവസത്തെ കൂലി അള്ളാഹു തരൂല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംസാരം, മുഫത്തിറാത്ത്, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നോമ്പിൻ്റെ കൂലി, ഇപ്പം നമ്മൾ പട്ടിണി കിടന്നു, അധ്വാനിച്ചു, കൂലി മോഹിച്ചു, നോമ്പ് പിടിച്ചു, എന്നിട്ട് വേറൊരാളെക്കുറിച്ച് കമൻറ്റ് പറയാം, ഫോണിലൂടെ പറയാം, മെസ്സേജിലൂടെ പറയാം, വോയിസിലൂടെ പറയാം വേറൊരാളെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കുണ്ടാകുന്ന ആ വിഷയത്തിലുള്ള വേദന, പ്രയാസം, നമ്മുടെ നോമ്പ് അള്ളാഹു അങ്ങോട്ട് പകരം സമ്മാനം കൊടുക്കും, നമ്മുടെ നോമ്പെടുത്ത് കൊടുക്കും. നമ്മൾ ചുമ്മാ അറഫാ ദിവസം പട്ടിണി കിടന്നു, ദുൽഹിജ്ജ 8-ന് പട്ടിണി കിടന്നു, ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് ഞാൻ ഒന്നും പറയൂല, അല്ലാ ഇന്ന് ഞാൻ സൂക്ഷിക്കാൻ പോവാ, എൻ്റെ നോമ്പ് എനിക്ക് വേണം റബ്ബേ. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ പോളിസിയാക്കപ്പെട്ട ദിവസത്തെ നോമ്പും എല്ലാ കൂലിയും എനിക്ക് വേണം അല്ലാ. ഒരു തീരുമാനം നമ്മൾ ഉറച്ചെടുക്കണം, എന്നാലേ കൂലി കിട്ടൂ. മൂന്നാമത്തെ കാര്യം, അറഫാ നോമ്പ് മറ്റ് സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മൂന്നാമത് നിർബന്ധമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, അള്ളാഹുവിനോട് കബൂലാകാൻ ദ്വാരക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതിനെ കൂടെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, സ്വീകരിക്കണമെന്ന് പറയണം. ഈ ദുആകളൊക്കെ ചെയ്ത് നമ്മൾ മുന്നേറിയാൽ അൽഹംദുലില്ലാഹ് വിജയം ഉറപ്പാണ്. പ്രത്യേകിച്ച് നാളത്തെ രാവിൽ ഹജ്ജിൻ്റെ അമൽ തുടങ്ങാൻ പോവുക, മിനയിലേക്ക് മുഅ്മിനീങ്ങൾ പോകുന്ന, ഹാജിമാർ, ഹജ്ജുമ്മമാർ പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആരോഗ്യം കുറവുണ്ട്, പല അസുഖങ്ങളുണ്ട്, ഞാൻ പാവപ്പെട്ടവനാണ്. ഹജ്ജ് ചെയ്യാൻ ഒരുപക്ഷെ നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും വാടക വീട്ടിൽ കിടക്കുന്നവനാണ്, ഒരു ഗതിയില്ലാത്തവരാണ്. അത് മുതലാളിമാർ ചെയ്തോട്ടെ ഹജ്ജിന് പോകാനുള്ളതോ, ഞാൻ എന്തിനാ എന്ന് കരുതി മാറി നിന്നാൽ ഹജ്ജിൻ്റെ കൂലി കിട്ടില്ല. എൻ്റെ പാവപ്പെട്ടവരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം ദ്വാരക്കണം, ഹജ്ജിന് പോകാനുള്ള അവസരം എനിക്ക് തരണേ അല്ലാ. നീ അവസരം തന്നാൽ ഞാൻ ഉടൻ പോകാൻ തയ്യാറാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിൽ നമുക്ക് ഹജ്ജിന് പോകാൻ സാധിക്കും. ഈ ദുആ, പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ അമൽ തുടങ്ങുന്ന പരിശുദ്ധ രാവാണ് നാളത്തെ രാവ്, ഒന്ന് ദുആ ചെയ്തു നോക്കേ, അടുത്ത കൊല്ലം തന്നെ ചാൻസ് കിട്ടും. ഇനി നമ്മുടെ ലൈഫിൽ ചാൻസ് കിട്ടിയില്ല, അള്ളാഹിൻ്റെ ഖളായിൽ അങ്ങനെ ഇല്ലെങ്കിൽ, ഓരോ കൊല്ലവും ഹാജിമാരും ഹജ്ജുമ്മമാരുമായി നമ്മുടെ പേര് അള്ളാഹു രേഖപ്പെടുത്തും. എല്ലാ വർഷവും ഹജ്ജ് ചെയ്ത കൂലി എല്ലാ പാവപ്പെട്ടവർക്കും ഉണ്ടാകും. എന്തു വേണം? നിയ്യത്ത് വേണം. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദുആ നടക്കേണ്ടത് എന്നാണ് പരിശുദ്ധമായ ഈ കയറി വരുന്ന നാളത്തെ രാവോടുകൂടെ ശക്തമാക്കണം. ഇബ്രാഹിമിയെ സ്വലാത്ത് ചൊല്ലി ദ്വാരുന്നാൽ അതിന് ഭാഗ്യം ഒരുപാട് പേർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക,
ഈ 2 ആയത്തുകൾ ഓതിയിട്ട് ദുആ എന്നാൽ അതിനുള്ള ഭാഗ്യം കിട്ടും എന്ന് പ്രിയപ്പെട്ടവരെ ഉസ്താദുമാർ പറയാറുണ്ട്. പരമാവധി അള്ളാഹിനോട് ദുആ എടുക്കുക. അത്ഭുതകരമായി നമുക്ക് ഹറമിൻ്റെ മണ്ണിൽ പോകാം. അതിനുള്ള അവസരം കൂടെയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, നാളെ കയറി വരുന്ന മറ്റന്നാൾ കയറി വരുന്ന രാവിൻ്റെയും നോമ്പിൻ്റെയും എല്ലാ പ്രതിഫലങ്ങളും കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു എല്ലാം തുറന്നു നൽകട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുഷ്ഠിക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മുടെ അൻവാർ ഫസറിൻ്റെ ക്ലാസ് ദുനിയാവിൻ്റെ പല ഭാഗത്തു മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ കാണുന്നുണ്ട്. അതേപോലെ ഈ വിനീതൻ ഖിദ്മത്തെടുക്കുന്ന മംബുഉൽ ഖൈറാത്ത് എന്ന് പറയുന്ന തൊടുപുഴയിലെ മസ്ജിദ്, ആ മസ്ജിദിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് ഉപ്പമാര് നമ്മുടെ ഈ ക്ലാസിൻ്റെ കുടുംബമാണ്. എത്ര സ്നേഹവും ആദരവുമാണ് ഈ ക്ലാസ്സിനോട് മഹബത്ത്, എത്ര ദുആയും സപ്പോർട്ടുമാണ്. എല്ലാവർക്കും നാനാഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഇതുകൊണ്ട് വിജയം ഫതഹ് അള്ളാഹു തുറന്നു നൽകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു പറയാൻ നമ്മുടെ നാവുകൾക്ക് അള്ളാഹു തൻ്റെ ഇടം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله